നാളെ അവതരിപ്പിക്കുന്ന തമിഴ്നാട് ബജറ്റ് 2025 മുതൽ 26 വരെ രേഖകളിൽ നിന്ന് ഡിഎംകെ സർക്കാർ ഔദ്യോഗിക രൂപ ചിഹ്നമായ രൂപ നീക്കം ചെയ്തതായി റിപ്പോർട്ട്. ഡിഎംകെ രൂപയിൽ പ്രശ്നമുണ്ടെങ്കിൽ 2010-ൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുപിഎ സർക്കാരിന്റെ കാലത്ത് ഡിഎംകെ കേന്ദ്രത്തിൽ ഭരണകക്ഷിയായ സഖ്യത്തിന്റെ ഭാഗമായിരുന്ന സമയത്ത് അത് ഔദ്യോഗികമായി അംഗീകരിച്ചപ്പോൾ എന്തുകൊണ്ട് അവർ പ്രതിഷേധിച്ചില്ല? വിരോധാഭാസമെന്നു പറയട്ടെ, രൂപകൽപ്പന ചെയ്തത് ഡിഎംകെ മുൻ എംഎൽഎ എൻ. ധർമ്മലിംഗത്തിന്റെ മകൻ ഡി. ഉദയകുമാർ. ഇപ്പോൾ അത് മായ്ക്കുന്നതിലൂടെ ഡിഎംകെ ഒരു ദേശീയ ചിഹ്നത്തെ നിരാകരിക്കുക മാത്രമല്ല, ഒരു തമിഴ് യുവാവിന്റെ സർഗാത്മക സംഭാവനയെ തീർത്തും അവഗണിക്കുക കൂടിയാണ്. മാത്രമല്ല, രൂപായ് എന്ന തമിഴ് പദത്തിന് തന്നെ സംസ്കൃത പദമായ രൂപ്യയിൽ ആഴത്തിലുള്ള വേരോട്ടമുണ്ട്, അതായത് ചുമത വെള്ളി അല്ലെങ്കിൽ ജോലി ചെയ്ത വെള്ളി നാണയം. ഈ പദം നൂറ്റാണ്ടുകളായി തമിഴ് വ്യാപാരത്തിലും സാഹിത്യത്തിലും പ്രതിധ്വനിച്ചു. ഇന്നും രൂപായി എന്നത് തമിഴ്നാട്ടിലും ശ്രീലങ്കയിലും കറൻസി നാമമായി തുടരുന്നു. രൂപയുടെ ചിഹ്നം രൂപ അന്താരാഷ്ട്ര തലത്തിൽ നന്നായി അംഗീകരിക്കപ്പെട്ടതും ആഗോള സാമ്പത്തിക ഇടപാടുകളിൽ ഇന്ത്യയുടെ ഒരു ദൃശ്യ ഐഡന്റിറ്റിയായി വർത്തിക്കുന്നതുമാണ്. യുപിഐ ഉപയോഗിച്ച് അതിർത്തി കടന്നുള്ള പേയ്മെന്റുകൾക്കായി ഇന്ത്യ പ്രേരിപ്പിക്കുന്ന ഒരു സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം ദേശീയ കറൻസി ചിഹ്നത്തെ തുരങ്കം വയ്ക്കണോ? തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും അധികാരികളും നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡിയും ഉയർത്തിപ്പിടിക്കാൻ ഭരണഘടനയ്ക്ക് കീഴിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സംസ്ഥാന ബജറ്റ് രേഖകളിൽ നിന്ന് രൂപ പോലുള്ള ദേശീയ ചിഹ്നം നീക്കം ചെയ്യുന്നത് ആ സത്യപ്രതിജ്ഞയ്ക്ക് എതിരാണ്. ഇത് ദേശീയ ഐക്യത്തോടുള്ള പ്രതിബദ്ധതയെ ദുർബലപ്പെടുത്തുന്നു. ഇത് കേവലം പ്രതീകാത്മകതയേക്കാൾ കൂടുതലാണ്. ഇത് ഇന്ത്യൻ ഐക്യത്തെ ദുർബലപ്പെടുത്തുകയും പ്രാദേശിക അഭിമാനത്തിന്റെ മറവിൽ വിഘടനവാദ വികാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അപകടകരമായ മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഭാഷയുടെയും പ്രാദേശിക വർഗീയതയുടെയും തികച്ചും ഒഴിവാക്കാവുന്ന ഉദാഹരണം.